2017 സ്വിഫ്റ്റ് VXI. എത്രയ്ക്കാണ് ഡെലിവറി? ഇപ്പോൾ എത്രയ്ക്കാണ്? 387 ഡെലിവറി ആക്കുന്നുണ്ട്. റേറ്റ് പറഞ്ഞാൽ 410 2017 സ്വിഫ്റ്റ് VXI. പിന്നെ ലോൺ ഏകദേശം എത്ര കിട്ടിയിട്ടുണ്ടാവും? ലോണ് 4,12,000. 412. ക്യാഷ് ബാക്ക് 30,000 സംതിങ്. ഓക്കെ, നിങ്ങൾ ആ ഫണ്ട് എടുക്കുന്നുണ്ട്? തിരിച്ചെടുക്കും. എന്താ ആവശ്യമുണ്ടോ? ഫുൾ ലോൺ പാസ്സായി. വണ്ടിയുടെ വാല്യൂഷൻ നോക്കിയപ്പോൾ പാസ്സായി. അപ്പൊ പിന്നെ ക്യാഷ് എടുക്കാന്ന് വിചാരിച്ചു. ഏതായാലും പൈസക്ക് അത്യാവശ്യമല്ല. ആയിക്കോട്ടെ, സെറ്റ്. ശരി, ഹാപ്പി മോട്ടറിങ്. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള മലപ്പുറം ജില്ലയിൽ പുളിക്കലുള്ള സാധിക്കാൻ്റെ കാർക്രാട്ടിൻ്റെ മേളയിലാണ്. അപ്പം കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കുറച്ച് വില കുറവുള്ള വണ്ടികളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു വണ്ടി ഡെലിവറി പോയിട്ടുണ്ട്. ഏകദേശം ക്യാഷ് ബാക്ക് നമ്മൾ കുറേ വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു ക്യാഷ് ബാക്ക് ഒക്കെ എന്തിനാണ്. അതിനുള്ള ക്യാഷ് ബാക്ക് കിട്ടിയ ആളെന്നെ പറഞ്ഞു. ഒരുപാട് വണ്ടിയൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വണ്ടി കൊടുത്തിട്ടുണ്ടല്ലേ? പിന്നെ ഓരോരുത്തർക്ക് ക്യാഷ് ബാക്ക് കൊടുത്തതായിട്ട് കിട്ടിയതായിട്ട് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ വീഡിയോയിൽ പറയാൻ താല്പര്യമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അതാണ്. ഓക്കെ, ഒരുപാട് വണ്ടികൾ ഉണ്ട്. വണ്ടി മാക്സിമം വില കുറച്ചിട്ടാണ് നമ്മൾ മാക്സിമം കൊടുത്തിട്ടുണ്ട്. പുതിയ വണ്ടികൾ സ്റ്റോക്ക് ഏകദേശം എത്ര വണ്ടികൾ കയറിയിട്ടുണ്ട്? നമ്മൾ ഒരു 10-40 വണ്ടി നമ്മളിപ്പോൾ കൊടുത്ത് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ ഓരോ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിംഗ് ടു ദ വീഡിയോ. ശേഷം ലോ ബഡ്ജറ്റ് ഇന്നോവ 2007 മോഡൽ കേട്ടോ. ഓക്കെ, കേരള വണ്ടിയാണോ റീ വണ്ടിയാണോ? ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അല്ല സോറി, കേരള വണ്ടിയാട്ടോ. ഇനി മാറൂലല്ലോ? ഇല്ല. ഒറിജിനൽ കേരള ഇന്നോവ, കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. 2.5 ലിറ്റർ എഞ്ചിൻ, 2007. അതിനെ കൊണ്ട് ഇന്റർകൂളർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ G4 ആണോ G2 ആണോ? G2 ആണ് വരുന്നത്. G2 ആണ്. സ്റ്റിയറിംഗിൽ വ്യത്യാസം കാണുന്നുണ്ട്. അതേപോലെ തന്നെ AC മിഡിൽ റോഡ് വരുന്നുണ്ടാവില്ല. 7 സീറ്റർ അല്ല, 8 സീറ്റർ ഇന്നോവയാണ്. ഇന്നോവ റേറ്റ് എങ്ങനെയാ? ഇന്നോവ വരുന്നത് 2,25,000 ആണ് കേട്ടോ. 2,25,000 2,55,000 കേട്ടോ. 2,55,000 ആണ് റേറ്റ് വയ്ക്കുന്നത്. കുറച്ച് കൊടുക്കാം. ലോൺ കിട്ടുന്നുണ്ടാവും 2007 ഓ ഓക്കെ. അടുത്ത് ഓട്ടോ കാറ്റ് VXI വരുന്ന വണ്ടി. മോഡൽ ഏതാ? 2015-16 രജിസ്ട്രേഷൻ വണ്ടി. LXI ആണോ VXI ആണോ? VXI വരുന്നുണ്ട്. 89 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VXI എന്നുള്ളത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. VXI ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവും. അതിൽ ബാക്ക് സെൻസേഴ്സ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇതിൽ ബാക്ക് സെൻസേഴ്സ് ക്യാഷ് ബാക്ക് കൊടുക്കുന്ന വണ്ടി കേട്ടോ. ഓക്കെ, K സീരീസ് എഞ്ചിൻ ആയിരിക്കും. 15ന് മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. നല്ല വണ്ടിയാണ്. ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഫ്രണ്ടില് ഗ്ലാസ് ഒന്നും പോയിട്ടില്ല. എന്താ വർക്ക് എങ്ങനെയാ? ലെഫ്റ്റ് സൈഡിൽ സൈഡ് വർക്ക് എടുത്താ. ഫെൻഡറിന്റെ അടുത്താണോ? അതെ. റേറ്റ് എത്ര ചോദിക്കുന്നത്? 1,95 ചോദിക്കുന്നുണ്ട്. ആ ഒരു ആക്സിഡന്റ് കാരണമുള്ള ഒരു വില കുറവാണ്. അതെ. ഇത് നല്ല വണ്ടിയാണെങ്കിൽ 2.5 അബവ് മാർക്കറ്റ് വരുന്നുണ്ട്. നമ്മൾ മുന്നേ 2014-15 കാണിച്ചത് 2,30 കുറച്ച് കൊടുക്കുന്നുള്ളതാണ്. അത് ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടി. ആക്സിഡന്റ് ഉള്ള വണ്ടി കൊണ്ട് 16 വണ്ടിക്ക് തന്നെ 1,95 ചോദിക്കുന്നുള്ളൂ. ഇനിയും കുറച്ച് കൊടുക്കുന്നുണ്ട്. ഫുൾ ലോൺ ക്യാഷ് ബാക്ക് കൊടുക്കാം. ഏകദേശം 2.25 പുറത്ത് ബാഗ് വലിച്ചു വരുന്ന വണ്ടിയാണ്. 2.25 ലോൺ ചെയ്ത് കൊടുക്കാം. 50,000 ക്യാഷ് ബാക്ക് പറയാൻ പറ്റുമോ? ഓ പറയാം. അടുത്തത് ഹ്യുണ്ടായിന്റെ ഇയോൺ ആണ്. ഡിലൈറ്റ് പ്ലസ് ആണ് വരിക. ഡിലൈറ്റ് എന്നുള്ളത് അന്നത്തെ ബേസ് ഓപ്ഷൻ ആണ്. AC-യും പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. 800 cc ഉള്ളൂ 2012. നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എന്താണ്? അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മെക്കാനിക്കൽ ഗുഡാണ്. റീപ്ലേസ് ഇല്ല. ഫ്രണ്ടിലെ ഗ്ലാസ് റീപ്ലേസ് മാത്രമേ. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ AC പവർ സ്റ്റിയറിംഗ് എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. ഓക്കെ, മെക്കാനിക്കല് ഓൾമോസ്റ്റ് ഗുഡാണ്. ഓക്കെ, അത്യാവശ്യം നല്ലപോലെ ടയേഴ്സും കാണുന്നുണ്ട്. എടുക്കുന്ന എന്തെങ്കിലും വർക്ക് ഉണ്ടോ? ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. 1,25 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കുന്നുണ്ട്. 1,25 ലോണൊക്കെ ഇപ്പൊ എത്ര കിട്ടുന്നുണ്ടാവും? ഒരു 1 lakh ലോൺ ചെയ്യാം. 1 ലക്ഷം റേഞ്ചിൽ ലോണും കിട്ടും അല്ലേ? അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ അൾട്ടോ കാറ്റനും കുറച്ച് കൊടുക്കാം കേട്ടോ. 2.30 കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച 14-15 2 ഓട്ടോ കാറ്റൻ ഉണ്ട് കേട്ടോ. ഫുൾ ഓൺ ചെയ്യാൻ 2.30 ചോദിക്കണമെന്നുണ്ട്. നമുക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ. ഓൾട്ടോ കാറ്റൻ VXI അല്ലേ? 14-15. അടുത്ത് കിഡാണ് വരുന്നത്. RXL ആണ് വരുന്നത്. 2019-20 മോഡൽ കേട്ടോ. 800 cc-ലാണോ 1000 cc-ലാണോ? 800 cc വരുന്ന വണ്ടി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1000 പറഞ്ഞിരുന്നത്, മാറിപ്പോയതാണ്. 800 cc വരുന്ന വണ്ടി. 800 cc ഇയോണ്. സോറി, കിഡ്. ബാക്ക് സെൻസേഴ്സ് ഇതിൽ വരുന്നുണ്ടോ? അതില് കുറച്ച് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സെൻസേഴ്സ് കാണുന്നുണ്ട്. അതാണ് ചോദിച്ചത്. 4 ഡോർ വാർ വിൻഡോ ചെയ്തിട്ടുണ്ട്.
നല്ല വണ്ടിയാണ്, സെക്കൻഡ് ഓണർ, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 53,000 കിലോമീറ്റർ. ഓക്കെ, റേറ്റ് എത്ര വരുന്നത് 2019-20 കിട്ടുന്നു? റേറ്റ് വരുന്നത് നമുക്ക് 285 ചോദിക്കുന്നതിന് മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും. 20 5 വർഷത്തേക്കുള്ള ലോൺ ചെയ്യാം. 5 വർഷത്തെ ലോൺ ചെയ്യാം. ഏകദേശം ഒരു 2,500 ഒക്കെ അടവ് വരുന്നുണ്ടാവോ 1 ലക്ഷം രൂപയ്ക്ക്? അതെ. അപ്പൊ ഫുൾ ലോൺ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന നമുക്ക് ഏകദേശം എത്ര EMI ഒക്കെ പറയാൻ പറ്റുന്നുണ്ടോ? EMI നമുക്ക് ഒരു 6,000 വെച്ചുള്ള EMI ചെയ്ത് കൊടുക്കാം. 6,000 വെച്ചിട്ട് ഒരു മാസം EMI ചെയ്യാൻ പറ്റും. നിലവിൽ അത്യാവശ്യം നല്ല കണ്ടീഷൻ ആണോ? നല്ല വണ്ടി. ഓക്കെ, 65 പരപ്പനങ്ങാടിയാണോ? തിരുരങ്ങാടി. അല്ല 55 അല്ലേ തിരുരങ്ങാടി? ഇത് തിരൂര്. അല്ല സോറി, തിരുരങ്ങാടി. KL65 തിരുരങ്ങാടി. അതാണ് 2018 മോഡലാണ് വരുന്നത്. XE ആണ് വരിക. XE എന്നുള്ളത് ബേസ് ഓപ്ഷൻ ആയിരിക്കും. AC പവർ സ്റ്റിയറിംഗ് മാത്രമായിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഓണർ ഡീസൽ വണ്ടി കേട്ടോ. ഡീസൽ 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, 3 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ആണ്. മൈലേജ് എങ്ങനെയായാലും 20ന്റെ പുറത്ത് 22 റേഞ്ചിലൊക്കെ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വണ്ടി. ഇതിന് 2 കളർ നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റും ഉണ്ട്. വൈറ്റ് അല്ല, സിൽവർ ആണ്. അയ്യോ വീണ്. വൈറ്റും ഉണ്ട്, സിൽവറും ഉണ്ട്, വൈറ്റും ഉണ്ട്. വൈറ്റ് വേറെ വണ്ടി ഉണ്ട്. വേറെ വണ്ടി 2019 വേറെ വണ്ടി ഉണ്ട്. വേറെ വണ്ടിയുണ്ട്. കിലോമീറ്റർ നിലവിൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 130 ആണ്. 130 ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് അല്ലേ? അതെ. നിലവിൽ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഡീസൽ വണ്ടിനെ കൂടി ചോദിക്കാണ്? ഒന്നുമില്ല. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് 340 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കുന്നുണ്ട്. ലോൺ മാക്സിമം ഫുൾ ലോൺ ഒക്കെ പറയാം. ഫുൾ ലോൺ ചെയ്യാം. അമേസ് SMT ആണ് വരിക, 2015 മോഡൽ. SMT ആണോ VMT ആണോ? അത് SMT ആണ്. അത് വീന് കിട്ടിട്ടുള്ളൂ ഇല്ലേ? ഓക്കെ, 2015 SMT എന്ന് പറയുന്ന നേരം മിഡിൽ ഓപ്ഷൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സെക്കൻഡ് ഓണർ വരുന്ന വണ്ടി കേട്ടോ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വരുന്നത് 1,28,000 ഓടിയിട്ടുണ്ട്. 1,28 ഡീസൽ ആണ്. ID ടെക് എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. 20ന്റെ പുറത്ത് മൈലേജ് കിട്ടുന്ന ഹോണ്ട അമേസ് ആണ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ 4 ഡോർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ എയർ ബാഗും 2015 വരുന്നില്ല. ഓണർഷിപ്പ് സെക്കൻഡിലേക്കാണ് എത്തിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റേറ്റ് എത്ര ചോദിക്കുന്നത്? 395 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. 395 ആണ്. ലോണൊക്കെ എങ്ങനെയാലും 3.25 അടുത്ത് കിട്ടൂലേ? കിട്ടും. ഓക്കെ, ടെറാനോ ആണ് XL വരുന്നത് വേരിയന്റ് കേട്ടോ. നിസാൻ ടെറാനോ ഡീസൽ 85 ആണോ 110 ആണോ? 85 2013 മോഡൽ കേട്ടോ. സെക്കൻഡ് ഓണർ PS ആണ്. 2013 മോഡൽ എന്ന് പറയുന്ന നേരം വലിയ മെയിൻ്റനൻസ് ഉണ്ടാവുന്നുണ്ടാവില്ല. അതേസമയത്ത് അത്യാവശ്യം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഡസ്റ്ററിനെ പോലെ തന്നെ. എയർ ബാഗ് ഡ്യുവൽ വരുന്നുണ്ട്. H എന്നുള്ള വേരിയന്റിലേക്ക് വരുന്ന നേരം ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. 85 ആണ്. ഇഞ്ചക്ടർ ടർബോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, മെക്കാനിക്കൽ നമ്മൾ ഇവിടുന്ന് യാർഡിൽ കയറുന്ന വണ്ടിയൊക്കെ മെക്കാനിക്കൽ കംപ്ലീറ്റ് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ കയറ്റുള്ളൂ. ഓക്കെ, ഇതിപ്പം നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ വരുന്നു. ജെന്യൂൻ കിലോമീറ്റർ ആണോ? ലോ കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ ആണ്. ഓക്കെ, KL55 തിരൂര് രജിസ്ട്രേഷൻ ആണ്. റേറ്റ് ചോദിക്കുന്നത് 4,15,000 കേട്ടോ. സാധാരണ നമ്മൾ കാണുന്നതിനേക്കാളും റേറ്റ് വ്യത്യാസം ഉണ്ട്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ തന്നെയാണ്. കിലോമീറ്റർ തന്നെ കേട്ടോ. സാധാരണ റേറ്റ് കുറച്ച് കാണുന്ന കിലോമീറ്റർ 1ന്റെ പുറത്ത് 1.5, 2 ഒക്കെ ഓടാറുണ്ട്. LOS കമ്പനി തന്നെ വരുന്ന വണ്ടിയാണ്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? നമുക്കൊരു 3-3.5 ഒക്കെ ചെയ്യാം. 3.5 ലക്ഷം റേഞ്ചിൽ ലോൺ കിട്ടും. ഓക്കെ, സാഹിബ് അടുത്ത് ഇത് സെലറിയോ വരുന്നത് 2015 മോഡൽ കേട്ടോ. 2015 മോഡൽ സെലേറിയോ K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നത്. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് അല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണ്. AMT എന്നുള്ള ട്രാൻസ്മിഷൻ ആയിരിക്കും വരുന്നുണ്ടാവും. ഏകദേശം 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. VXI എന്നുള്ള വേരിയന്റ് ആണ്. 14 മോഡൽ. 14 ആണല്ലേ? ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓണർഷിപ്പ് എത്രയാണ് സാധിക്കുക? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നു കേട്ടോ. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1,10,000 കിലോമീറ്റർ. ജെനുവിൻ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണോ? സർവീസ് വണ്ടി. റേറ്റ് എത്ര ചോദിക്കുന്നത്? 365 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. ഓക്കെ, ലോണൊക്കെ എത്ര പറയാൻ പറ്റും? ലോൺ ഫുൾ ആയി കേട്ടോ. ഓക്കെ, അൾട്ടിസ് ആണ്. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ല് KL50 രജിസ്ട്രേഷൻ ആണ്. ഒറിജിനൽ കേരളയാണോ റീവണ്ടി ആണോ? ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഓക്കെ, ആഫ്റ്റർ മാർക്കറ്റ് LOS ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് കാലിപ്പേഴ്സും അപ്ഗ്രേഡ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫുൾ ലോഡ് വണ്ടിയാണ്. ഫുൾ ലോഡ് എന്നുള്ള G എന്നുള്ള വേരിയന്റ് ആണ്. ഡീസൽ 1.4 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബാക്ക് സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസും ഡ്യുവൽ എയർ ബാഗും വരുന്നുണ്ടാവും. 20ന്റെ പുറത്ത് മൈലേജ് കിട്ടുന്ന വലിയൊരു കപ്പലാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? വലിയ കാര്യമില്ല, ടൊയോട്ട എഞ്ചിനാണ്, എന്നാലും ചോദിക്കുന്നുള്ളൂ. 1ന്റെ മുകളിൽ ഓടിയ വണ്ടിയാണ്. സ്വാഭാവികം മൈലേജ് ഉണ്ടാവുന്നവരെ ഡീസൽ വണ്ടി ഓടും.
റേറ്റ് ഒക്കെ എത്ര ചോദിക്കുന്നത്? 2012 ആയിരുന്നത്. അതെ 12 അൾട്ടിസിന് റേറ്റ് എത്ര ചോദിക്കുന്നത്? 4,45,000 4,45 2012 അൾട്ടിസിന്. ലോണൊക്കെ 4 എടുത്ത് കിട്ടൂലേ? ഓ 4 എടുത്ത് ലോൺ കിട്ടും. നിലവിലുള്ള കണ്ടീഷനൊക്കെ മെക്കാനിക്കൽ ഗുഡാ. ഓക്കെ. 11 മോഡൽ നമ്മുടെ റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട്. അൾട്ടിസ് വേറെ ഉണ്ട്, ഇതല്ലാതെ കേരള വണ്ടി ഉണ്ട്, പിന്നെ വണ്ടി വേറെ ഉണ്ട്. ഓക്കെ. ആക്സിന് റെഡിക്കോ ആണ്. 16 മോഡലാണ്, 95 ഓടിയിട്ടുണ്ട്, ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ടയറൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട്. ഇന്റീരിയേഴ്സ് സീക്കറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണോ? അതെ കമ്പനി സർവീസ് ആയിരിക്കും ഏകദേശം. ഓക്കെ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? ഇല്ല, മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ നമുക്കൊരു 1,60, 1,70 ഒക്കെ ചെയ്യാം. 1,60, 1,70 ലോൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഓക്കെ. 16 ഡാറ്റ്സൺ ഡിഗോ 800cc വണ്ടിക്ക് റേറ്റ് എത്ര വയ്ക്കുന്നത്? 800 തന്നെയല്ലേ? അതെ അതെ. റേറ്റ് എത്ര വയ്ക്കുന്നത്? 1,79 വെക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ. അതൊക്കെ അടുത്തത് ബൊളേറോ ആണ്, M2DI ആണ്. എഞ്ചിൻ വരുന്നത് KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 lakh above ഓടിയിട്ടുണ്ട്. ബൊളേറോ മോഡൽ ഏതാ വരുന്നത്? ഇത് 2011 മോഡൽ 12 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. SLX എന്നുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. ഫീച്ചർ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 4 door പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഏകദേശം 13-15 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന M2DI എഞ്ചിനാണ്. M2DI സ്വതവേ മെയിൻ്റനൻസ് കുറവല്ലേ? കുറവാ. ബൊളേറോ 2011-12 റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് 3.5 വെക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം കേട്ടോ മാന്യമായിട്ട്. ഓക്കെ. ഓണർഷിപ്പ് നിലവിൽ സിംഗിൾ അല്ലേ? അതെ. ലോണൊക്കെ ഏകദേശം എത്ര പറയാൻ പറ്റുന്നുണ്ടാവും? ലോൺ നമുക്ക് 2.5 ചെയ്യാം. പിന്നെ ഹോണ്ട വണ്ടി തന്നെയാണ്, ഹോണ്ട ജാസ് 2015 മോഡല് V ആണ് വരുന്നത്, പെട്രോൾ വേരിയന്റ് ആണ്. ജാസ് V 1.2 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും. മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നുണ്ടാവുക. ഫീച്ചർ സൈഡിൽ കമ്പനി വരുന്നുണ്ടാവും. ഡീസലാണ്. ജാസ് ഡീസൽ തന്നെയാ? അപ്പൊ 1.5 തന്നെ. ബാക്ക് വൈപ്പർ, ബാക്ക് സെൻസേഴ്സ് ഒക്കെ വരുന്നുണ്ടാവും. വീൽസ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി, നല്ല വണ്ടി കേട്ടോ. 135 ആണ് ഓടിയിട്ടുണ്ട്. 1.35 ഓടിയിട്ടുണ്ട്. വെൽ റിഫൈൻഡ് ആയിട്ടുള്ള ഹോണ്ട എഞ്ചിനാണ്. കമ്പനി സ്റ്റേർ ഉള്ളതല്ല, ജെനി കിലോമീറ്റർ അല്ല, വലിയൊരു കിലോമീറ്റർ അല്ല ഹോണ്ട വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ. 1.35 നല്ല പക്ക മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണെങ്കിൽ ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവും. ഹോണ്ട ജാസ് 2015 V റേറ്റ് എത്ര ചോദിക്കുന്നത്? 5.40 ചോദിക്കുന്നുള്ളൂ. 5.40 ലോണ് 5.40 ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിലവിലുള്ള കണ്ടീഷൻ ഡീസൽ വണ്ടിയാണ്, മെക്കാനിക്കൽ ക്വാളിറ്റിയാണ്. ഇഞ്ചക്ടർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, നല്ല വണ്ടി. സാർക്ക് അടുത്തത് ടാറ്റയുടെ നെക്സോൺ ആണ്. 2019 കേട്ടോ വരുന്നത്. 2019 നെക്സോൺ. വേരിയന്റ് ഏതായിരുന്നത്? എക്സെറ്റ് വരുന്നത് കേട്ടോ. 2019 എക്സെറ്റ്. 2019 എക്സെറ്റ് പറഞ്ഞാൽ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. അതെ. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ഡീസൽ ആണോ പെട്രോൾ ആണത്? ഇത് ഡീസൽ. 1.5 ലിറ്റർ റെവട്ടോർക്ക് എഞ്ചിനാണ്. 20 പുറത്ത് എങ്ങനെയാലും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എയർ ബാഗ് ഡ്യുവൽ വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, AC പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോസ്, 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ടാവും. ഇവിടെ ആയിട്ട് സിറ്റി, എക്കണോമി, അതേപോലെ തന്നെ സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് 70-91 PS. നമ്മളിത് മുന്നേ വീഡിയോയിൽ കാണിച്ച വണ്ടി. ലോൺ പ്രോസസ്സിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ക്യാൻസൽ ആയിട്ടുണ്ട്. ക്യാൻസൽ ആയതാണേ. ഓക്കെ. ലോൺ എത്ര കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്? ലോൺ നമുക്ക് 6.5 above ചെയ്യാം. 6ന്റെ മുകളിൽ ലോൺ കിട്ടുന്നുണ്ടോ? വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 6.30 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് 19 മോഡൽ ഈ ഒരു വണ്ടി നമുക്ക് ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടോ? ഓ തീർച്ചയായിട്ടും. ഓക്കെ. അടുത്ത് എക്കോസ്പോർട്ട് ആണ്. 2019 മോഡൽ എക്കോസ്പോർട്ടോ. ഏറ്റവും അവസാനം ഇറങ്ങിയതിലുള്ള ഒരു എക്കോസ്പോർട്ട്. ടൈറ്റാനിയം ആണോ? അത് 60,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. കിലോമീറ്റർ എത്ര തന്നെ? 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ഹിസ്റ്ററി ഒക്കെ പക്ക. എയർ ബാഗ് ഡ്യുവൽ വരുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നുണ്ടാവും. ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ഒക്കത്തിനും പുറമെ 18-20 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി ഉള്ളതിനെ കൊണ്ട് വലിയ മെയിൻ്റനൻസ് സൈഡിൽ ടെൻഷൻ അടിക്കാൻ മാത്രമില്ല. 2019 മോഡൽ എക്കോസ്പോർട്ട്. ഡീസൽ അല്ല ഇത്? അതെ ഡീസൽ. ഡീസൽ TDC എഞ്ചിൻ, 1.5 ലിറ്റർ. റേറ്റ് എത്ര ചോദിക്കുന്നത്? 95 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. ലോണ് 6.5 ചെയ്യാം. സാർക്ക് അടുത്തത് 2019 Z ക്രിസ്റ്റ ആട്ടോ വരുന്നത്. Z ഓട്ടോമാറ്റിക്. Z ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. കമ്പനി കേട്ടോ. റീവണ്ടി ഒന്നല്ല, ഒറിജിനൽ കേരള വണ്ടി. കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല.
2019 സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ കമ്പനി വാറന്റി ഉണ്ടെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. അതെ. എയർ ബാഗ്സ് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇങ്ങനെയുള്ള ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഒരു 2.8 അല്ലേ വരിക? അതെ അതെ 2.8 ലിറ്റർ എഞ്ചിനായിരിക്കും ടൊയോട്ടേൻ്റെത്. പഴയ ഇന്നോവയെ വെച്ച് നോക്കുന്ന നേരം കുറച്ചും കൂടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. കാരണം ഗിയർ ഓയിലൊക്കെ ലൈഫ് ടൈം എന്നാണ് കമ്പനി തന്നെ പറയുന്നത്. ഇപ്പോൾ ക്രിസ്റ്റയിലേക്ക് വരുന്ന നേരം ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? റേറ്റ് ഒക്കെ റേറ്റ് 24-25 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കുന്നുണ്ട്. 24-25 ലോണ് 22ന്റെ മുകളിൽ ലോണ് കിട്ടും, 20 അബവ് ഒക്കെ കിട്ടും. കിട്ടേണ്ടതാണ്. IT ഉണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് നമ്പർ നേരെ താഴെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടോ. മറ്റൊരു വീഡിയോ കാണാൻ അഭിസൈനിങ് ഓഫ്.